നമസ്കാരം. ഈ നാട് ഇന്നെത്തിയത് മാടായിപ്പാറയിലാണ്. കണ്ണൂരിലെ ഒരു മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞാലും തെറ്റില്ല. മാടായിപ്പാറ ഏകദേശം കണ്ണൂരിൽ നിന്ന് 22 കിലോമീറ്റർ, കണ്ണൂർ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരത്തിലും പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോ മാടായി ഗ്രാമപഞ്ചായത്തിലാണ് മാടായിപ്പാറ. ഏകദേശം 600 ഏക്കറോളം പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ 600 ഏക്കറിലും ഒരുപാട് വിസ്മയമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഋതുഭേദമനുസരിച്ച് നിറഭേദങ്ങൾ ഉണ്ടാകുന്ന മാടായിപ്പാറ, കാക്കപ്പൂവിനാൽ നീലപ്പട്ടുടുത്ത സുന്ദരിയായ ഒരു മാടായിപ്പാറ, പിന്നീട് പച്ചവർണ്ണത്തിലും ഇപ്പോഴത്തെ ഒരു സുവർണ രാശിയിലും ഏറ്റവും സുന്ദരിയായി മാടായിപ്പാറ നമുക്ക് മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ കണ്ണൂരിലെ മഹാത്ഭുതം എന്നല്ലാതെ എങ്ങനെയാണ് ഈ മാടായിപ്പാറയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്? മാടായി എന്ന പേര് വന്നത് തന്നെ ഇവിടെ മുഴുവൻ കടലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കടൽ മാറി കര കണ്ടെത്തിയ സ്ഥലം, കര കണ്ടെത്തുന്ന സ്ഥലത്തെ മാടായി എന്ന് പറയാറുണ്ട്. അങ്ങനെ മാടായ സ്ഥലം മാടായി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത്തരത്തിൽ 300ഓളം പുഷ്പങ്ങളും ജൈവ വൈവിധ്യങ്ങളും ഒരുപാട് പക്ഷികളും ഒക്കെയായി നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മാടായിപ്പാറ. എങ്കിലും മാടായിപ്പാറയുടെ ഒരു വശം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഖനനം നമുക്കറിയാവുന്നതാണ്. ഏകദേശം 22 ഏക്കറോളം സ്ഥലം ഖനനം മൂലം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ചൈന ക്ലേഡ് അത് വലിയ സമരമുറയിലേക്കൊക്കെ ഈ നാട്ടുകാർ പോയിട്ടുണ്ട്. മേധാ പട്കറും സുഗതകുമാരിയും ഒക്കെ അണിനിരുന്ന ഒരു സമരത്തിലേക്കൊക്കെ പോയ ഒരു ചരിത്രവും മാടായിക്കാർക്ക് പറയാനുണ്ട്. ഈ ചൈന ക്ലേ ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിഷ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ ഒഴുക്കി വിടുകയും പ്രദേശത്തുള്ള കിണറുകളിലെ വെള്ളമൊക്കെ വിഷമയമാവുകയും അത്തരത്തിൽ ആളുകൾക്ക് ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങളൊക്കെ വന്നു ചേരുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷമം മാത്രമാണ് മാടായിപ്പാറയ്ക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെയും വളരെ മനോഹരമായ കഥകൾ പറയുന്ന, ചരിത്രം പറയുന്ന, ഭക്തിയുടെ തലം പറയുന്ന മാടായിപ്പാറയാണ് ഇന്ന് നമ്മൾ എടുത്തറിയുന്നത്. Let's leave the past behind. Walk with me. There's something else we need to find. Say you'll go, don't make me wait. There's no need to hesitate. Let's make footprints in sand. Let's make miracles. Come hold my hand. ഇടനാടൻ കുന്നുകളെ സാധാരണയായി തരിശു നിലങ്ങളായി കണക്കാക്കാറുണ്ടെങ്കിലും മാടായി വ്യത്യസ്തമാണ്. ഇവിടെ ഔഷധ സസ്യങ്ങളുണ്ട്, അറിയുന്നതും അറിയാത്തതുമായ 100,000 പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട്. 300ഓളം പൂക്കൾ വിരിയാറുണ്ട്. കാക്കപ്പൂവിന്റെ കാര്യം അറിയാം, പക്ഷെ 300ഓളം ാണ് മാടായിപ്പാറയിൽ വിരിയുന്നത്. ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെയായി ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു കലവറ തന്നെയാണ് മാടായിപ്പാറ. മാടായിപ്പാറയുടെ അരികുകളൊക്കെ പറങ്കി മാറുന്നുണ്ട്. അത് പോർച്ചുഗീസുകാർ അധിനിവേശ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ വച്ചതാണ് എന്ന് പറയപ്പെടുന്നു. ചരിത്രപരമായും അത്തരത്തിൽ മാടായിപ്പാറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്.
മാടായിപ്പാറയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ മാടായിപ്പാറയെക്കുറിച്ച് പറയുകയോ കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാടായി കാവിനെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ അത് തീർത്തും അപൂർണമായി പോകും. നമ്മുടെ ഈ വിവരണം അത്തരത്തിൽ അപൂർണമായി പോകരുത് എന്നുള്ളതുകൊണ്ട് ആദ്യം മാടായി കാവിനെ പറഞ്ഞു തന്നെ തുടങ്ങാം. ഉത്തര കേരളത്തിലെ ശക്തേയ കാവുകളിൽ അതിപ്രധാനമാണ് മാടായിക്കാവ്. കടുശർക്കര യോഗ വിധിപ്രകാരമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത്. ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി നിത്യവും പൂജ ചെയ്യുന്ന ഒരു പ്രതിഷ്ഠയും അതുപോലെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ശിവേലിക്കൊക്കെ എഴുന്നള്ളിക്കുന്ന ഒരു പ്രതിഷ്ഠയും, അത്തരത്തിൽ 3 പ്രതിഷ്ഠകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കടുശർക്കര യോഗവിധി പ്രകാരമുള്ള പ്രതിഷ്ഠ അധികം ക്ഷേത്രങ്ങളില്ലാത്തത് കൊണ്ട് അതും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയായി പറയാവുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാണ് ഇവിടുത്തെ പൂജാവിധികളും എല്ലാം തന്നെയും. നമുക്കിവിടെ നിന്ന് പ്രസാദമായി ലഭിക്കുന്നത് കോഴിയിറച്ചിയും ചെറുപയറുമൊക്കെയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ മത്സ്യമാംസാദികൾക്കൊക്കെ വിലക്കുണ്ടെങ്കിലും ഇവിടെ കോഴിയിറച്ചിയും ചെറുപയറുമൊക്കെയാണ് പ്രസാദമായി ലഭിക്കുന്നത് പോലും. കൂടാതെ കലശത്തിൻ്റെ നാൾ തൊട്ടടുത്തുള്ള ചെമ്പല്ലിക്കുണ്ടിൽ ചേർന്ന മത്സ്യം പിടിച്ചു വരികയും നാനാജാതി മതസ്ഥരും അത് പങ്കിട്ടെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇവിടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയും ജാതി ഭേദമന്യേയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കണ്ട് പഠിക്കുവാൻ കൂടിയുണ്ട്. മാടായിക്കാവിന് തിരുവർക്കാട്ട് കാവ് എന്നൊരു പേര് കൂടിയുണ്ട്. ഒന്നിലധികം ഐതിഹ്യങ്ങളാണ് തിരുവർക്കാട്ട് കാവ് എന്ന് പേര് വരാൻ കാരണമായി പറയുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലായിരുന്നു ആദ്യം ദേവിക്ക് ആരൂഢമുണ്ടായിരുന്നത്. അച്ഛനായ പരമശിവന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. എന്നാൽ ദാരികവധവുമായി ബന്ധപ്പെട്ടാണ് ദേവിയുടെ ഒരു ഉൽപ്പത്തി കഥ പറയുന്നത്. ദാരികവധത്തിനു ശേഷം വലിയ കോപം, നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമുണ്ടാവുകയും ശക്തി വർദ്ധിച്ചു വരികയും ചെയ്ത ദേവിയുടെ ഈ ശക്തി പ്രഭാവം കൊണ്ട് അവിടെയുള്ള പൂജാരിക്കും പ്രദേശവാസികൾക്കുമൊക്കെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ആരൂഢം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നൽകണം എന്നുള്ള ഒരു ആഗ്രഹം പരമശിവനിലും ഉദിക്കുകയാണ്. പരശുരാമനോടാണ് ഇത് പരമശിവൻ പറയുന്നത്. അതിൻ പ്രകാരം, ശിവൻ പറഞ്ഞതിന് പ്രകാരം ശംഖിൽ ആവാഹിച്ചു, ദേവിയെ ശംഖിൽ ആവാഹിച്ച് അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. ശംഖ് വന്ന് വീണ സ്ഥലമാണ് ഈ മാടായിക്കാവ്. അപ്പോൾ ഇവിടെ ഒരു തിരുവിറയൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. തിരുവിറയലുണ്ടായ ക്ഷേത്രം പിന്നീട് തിരുവർക്കാട്ട് കാവ് എന്ന രീതിയിൽ പറഞ്ഞു വന്നു എന്നതാണ് ഒരൈതിഹ്യം. മറ്റൊരു ഐതിഹ്യം പറയുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുകയും വിറകെടുത്ത് ഈ ഭാഗത്തേക്ക് എറിയുകയും ചെയ്തു. അങ്ങനെ ആ വിറക് വന്നു വീണ ഇവിടെ മുഴുവൻ, ഈ കാവ് മുഴുവൻ പ്രകമ്പനം കൊണ്ടു. അങ്ങനെ തിരുവിറക് വന്നു വീണ സ്ഥലം തിരുവർക്കാട്ട് കാവ് എന്ന രീതിയിലൊരു പേര് വന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇത്തരത്തിൽ 2 കഥകൾക്ക് പുറമെ മൂന്നാമതൊരു കഥ കൂടി ഈ മാടായി കാവിന് എങ്ങനെയാണോ തിരുവർക്കാട്ട് കാവ് എന്ന് പേര് വന്നത് എന്നുകൂടിയുണ്ട്.
മൂന്നാമത്തെ ഐതിഹ്യത്തിൽ പറയുന്നത് പരമശിവൻ തന്നെ തൻ്റെ തൃശൂലം വന്ന് വീണപ്പോൾ ഉണ്ടായ ഒരു തിരുവിറയൽ, അങ്ങനെയാണ് തിരുവർക്കാട്ടുകാവ് എന്ന് പേര് വന്നത് എന്നാണ് മൂന്നാമത്തെ ഐതിഹ്യത്തിൽ പറയുന്നത്. ദാരികവധത്തോടുകൂടി വർദ്ധിച്ച കോപം വന്ന ദേവിയെ ഒന്ന് ശാന്തയാക്കി നാടിന് മുഴുവൻ ഒരു നാഥയായി ഇവിടെ കുടിയിരുത്തണമെന്നായിരുന്നു പരമശിവൻ ആഗ്രഹിച്ചിരുന്നത്. അത്തരത്തിൽ തൻ്റെ തൃശൂലമെറിഞ്ഞ് ഇവിടെ ഒരു ആരൂഢ സ്ഥാനം കണ്ടെത്തി. തൃശൂലം വന്നു വീണപ്പോൾ ഒരു തിരുവിറയൽ ഈ പാറയിലും ഈ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ ഉണ്ടായപ്പോഴാണ് തിരുവർക്കാട്ടുകാവ് എന്ന് പേര് വന്നത് എന്നാണ് മൂന്നാമത്തെ ഐതിഹ്യത്തിൽ പറയുന്നത്. മാത്രമല്ല ദേവിക്ക് നീരാടാനായി തൻ്റെ തൃശൂലത്താൽ പരമശിവൻ തന്നെ നിർമ്മിച്ച കുളമാണ് വടകുന്ത ശിവക്ഷേത്രത്തിന് സമീപമുള്ള പാറക്കുളം. വടകുന്ത കുളം എന്നും ഒരു ഐതിഹ്യ കഥയുണ്ട്. മാടായിപ്പാറയ്ക്ക് പറഞ്ഞാലും തീരാത്തത്ര കഥകൾ പറയാനുണ്ട്, ചരിത്രം പറയാനുണ്ട്, ഇവിടുത്തെ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ കഥകൾ പറയാനുണ്ട്. അത്തരത്തിൽ മാടായിപ്പാറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നത് വടകുന്ത ശിവക്ഷേത്രമാണ്. നേരത്തെ കാണിച്ച ക്ഷേത്രത്തിന് പുറമെ രണ്ടാമതുള്ള ക്ഷേത്രം എന്ന് പറയേണ്ടി വരും. ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ തലം കൂടി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. മാടായിപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ദർശിക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. കോലത്തിരി രാജാക്കന്മാരാണ് വടകുന്ത ശിവക്ഷേത്രം നിർമ്മിച്ചത്, മധ്യകാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഉമയാ ദിവ്യ സുമംഗല വിഗ്രഹയാ ലിംഗിത വാമാംഗ വിഭോ. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. പൂരീകുരു മാമജ്ഞമനാഥം दूरीकुरु मे दुरितं भो. साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम्. ഇത് വടകുന്ത ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വടകുന്ത കുളമാണ്. നേരത്തെ ആദ്യം പറഞ്ഞ പരമശിവൻ തൻ്റെ മകൾക്ക് നീരാടാനായി തൃശൂലം കൊണ്ട് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന കുളമാണ്. മാടായിക്കാവിലെ പ്രശസ്തമായ പൂരംകുളി നടക്കുന്നത് ഈ കുളത്തിലാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. സാധാരണയായി ഇങ്ങനെ ഇടനാടൻ ചെങ്കൻ കുന്നുകളിലെല്ലാം ഇത്തരത്തിൽ പാറക്കുളങ്ങൾ കാണാറുണ്ട്. പാറക്കുളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഏത് കഠിനമായ വേനലിലും വറ്റാതിരിക്കും. ഏറ്റവും ശുദ്ധമായ വെള്ളം അത് പ്രദാനം ചെയ്യുമെന്നതൊക്കെ തന്നെയാണ്. അത്തരത്തിൽ ഇവിടെയും ഒരു വേനലിലും വറ്റാത്ത ഏറ്റവും ശുദ്ധമായ ജലം നൽകുന്ന ഒരു പാറക്കുളം തന്നെയാണ് ഇത്. വടകുന്ത ശിവക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ഇവിടെയാണ് പ്രശസ്തമായ മാടായിപ്പാറയിലെ ഏറ്റവും പ്രശസ്തമായ പൂരംകുളി നടക്കുന്നത്. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. അന്തഃകരണ വിശുദ്ധിം ഭക്തിം ച ത്വയി സതീം പ്രദേഹി. മൂഷിക സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കോലത്തിരി രാജാക്കന്മാരും. ഇവിടെ ഒരു പീഠഭൂമി ആയതുകൊണ്ട് തന്നെ കടൽ മാർഗം എത്തിച്ചേർന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതും എത്തിച്ചേരാൻ കഴിയുന്നതും ഒക്കെ ആയ ഒരു സ്ഥലമാണ് ഇത് എന്നതുകൊണ്ട് തന്നെയാണ് അവരിവിടെ ക്ഷേത്രങ്ങൾ പണിതതും ഇവിടെ കോട്ടകൾ പണിതതും ഇവിടെ താമസം ഉറപ്പിച്ചതും ഒക്കെ. അത്തരത്തിൽ കോലത്തിരി രാജാക്കന്മാരാണ് ഈ വടകുന്ത ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയുള്ള പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൂരംകുളി നാളിൽ ഇവിടെ എത്തുമ്പോൾ കൽത്തൊട്ടികൾ, ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൽത്തൊട്ടികൾ ഉണ്ടായിരുന്നു എന്നും ഇവിടെ സംഭാരം നിറച്ചു വച്ചിരിക്കുമെന്നും
നിന്നും പൂരംകുളിക്ക് വരുന്നവർക്കൊക്കെ അന്ന് നാനാദിക്കിൽ നിന്നും ഇന്നത്തെ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ചേരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ദാഹം അകറ്റുവാനുള്ള ഇത്തരത്തിൽ ഒരുപാട് കടകളോ ഒന്നും ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് തന്നെ ദാഹം അകറ്റുവാനുള്ള സംഭാരങ്ങളൊക്കെ നിറച്ചു വയ്ക്കാൻ 2 വലിയ കൽത്തൊട്ടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മാടായിപ്പാറയിലുള്ള ഒരു ഭക്തിയുടെ തലം കൂടി കാണാതെ പോകുന്നത് ശരിയല്ല. जय कैलास निवास प्रमथ गणाधीश भूसुरार्चित भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् झनुतक झङ्किणु झनुतक्किटकक शब्दैर्नटसि महानट भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् धर्मस्थापन दक्ष द्रक्ष गुरो दक्ष यज्ञ शिक्षक भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव മാടായിപ്പാറയിലെത്തിയാൽ കാണേണ്ടുന്ന കാഴ്ച തന്നെയാണ് ഈ ജൂതക്കുളത്തിൻ്റെത്. ജൂതക്കുളം എന്ന് പറയുമ്പോൾ ജൂതന്മാർ കേരളത്തിൽ ആദ്യമായി വന്നത് ഇവിടെയാണ് എന്നാണ് പറയുന്നത്. അന്ന് ജൂതന്മാർ നിർമ്മിച്ച കുളമാണ് ഈ ജൂതക്കുളം. ജൂതന്മാരുടെ ഒരു ആഗമനം, അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ആഗമനം, അറബികളുടെ ആഗമനം, എല്ലാവരും ഈ ഒരു പീഠഭൂമിയെ തന്നെയാണ് അവരുടെ ഒരു കോട്ട നിർമ്മിക്കുവാനും താമസിക്കുവാനും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അതിനൊരു പ്രധാന കാരണം നമുക്കറിയാം, ഈ മാടായിപ്പാറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഴിമലയാണ്. മാടായിപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ ഏഴിമലയ്ക്ക് മുകളിലൂടെ സൂര്യാസ്തമയം കാണുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് ഏഴിമല. കപ്പൽ മാർഗം വരുന്നവർക്ക് ഏഴിമല എന്നും ഒരു വഴികാട്ടിയായിരുന്നു. അങ്ങനെ ഏഴിമല ലക്ഷ്യം വച്ച് വരുന്ന കപ്പലുകൾക്ക് നങ്കൂരമിടുവാനും അതുപോലെ തന്നെ അവരുടെ കോട്ട പണിയുവാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന രീതിയിലാണ് അവർ മാടായിപ്പാറയെ കണ്ടിട്ടുള്ളത്. കാരണം ശത്രുക്കളുടെ വരവ് കാലേ കൂട്ടി അറിയാൻ കഴിയും. ഇതൊരു പീഠഭൂമി ആയതുകൊണ്ട് തന്നെ, ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അറിയാൻ കഴിയും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അധിനിവേശ ശക്തികളൊക്കെയും ഇവിടെ കോട്ട പണിയുകയും ക്ഷേത്രങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞു വടകുന്ത ക്ഷേത്രമൊക്കെ പണിതു, ഇവിടെ കോട്ട പണിതു, ക്ഷേത്രം പണിതു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത്തരത്തിൽ ഇവിടെ പല വൈദേശിക ശക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട്, കോട്ടകൾ പണിതിട്ടുണ്ട്. പോർച്ചുഗീസുകാർ നട്ടുപിടിപ്പിച്ചു എന്ന് കരുതുന്ന പറങ്കിമാവുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ജൂതന്മാർ കുഴിച്ചു എന്ന് കരുതുന്ന ജൂതക്കുളമുണ്ട്. അത്തരത്തിൽ നമുക്ക് നമ്മളോട് മാടായിപ്പാറ പറഞ്ഞു തരുന്ന ഒത്തിരിയേറെ കഥകളാണ് ഇവിടെ വരുമ്പോൾ നമ്മളെ വന്നു പൊതിയുക.
നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും വളരെ പെട്ടെന്നാണ് ഈ മാടായി പാറയെ ഇരുട്ട് വന്ന് പൊതിഞ്ഞിട്ടുള്ളത്. ഇവിടെ ചില സമയത്ത് അതികഠിനമായ വെയിലായിരിക്കും, അതുപോലെ തന്നെ കോരിച്ചൊരിയുന്ന മഴയായിരിക്കും, ഇരുൾ പെട്ടെന്ന് വന്ന് നമ്മളെ പൊതിയുന്നുണ്ടാകാം. അതിന് തൊട്ടു മുന്നിൽ ഏറ്റവും മനോഹരമായ ഒരു സൂര്യാസ്തമയം നമുക്കായി സമ്മാനിക്കുന്നുണ്ടാകാം. അങ്ങനെ ഋതുഭേദങ്ങൾക്കനുസരിച്ച് നിറം മാറുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഓരോ സമയം കഴിയുന്തോറും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് മാടായിപ്പാറ. അടുത്ത നിമിഷം മാടായിപ്പാറയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. നമ്മളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇത് ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക എന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമായി തന്നെയാണ് തോന്നുന്നത്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നത് വരെയും ബൈ.